ഹലോ കൂട്ടുകാരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഗോസ്റ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു കിഡിലൻ തായ് ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. 4 കുട്ടികൾക്ക് ഒരു ബോർഡ് കിട്ടുകയാണ്, ഒരു ഗെയിം ബോർഡ്. പക്ഷെ അത് സാധാരണ ഒരു ഗെയിം ബോർഡ് ആയിരുന്നില്ല. കളിയിൽ തോറ്റാല് മരണം ഉറപ്പാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രേതങ്ങൾ ഇവരെ വേട്ടയാടാനും വരും. ആദ്യമായിട്ടാണ് കൂട്ടുകാരൻ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നോവിസ് എന്ന് പറയുന്ന ഒരു പാവം പയ്യനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഗോസ്റ്റ് ബോർഡ് വെച്ചിട്ട് അവനും കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവനാകട്ടെ റാന്തല് കത്തിച്ചിട്ട് എന്തിനെയോ പേടിച്ച് നിൽക്കുകയാണ്. ഒരു അശരീരി പോലെ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഗോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കളിയിൽ തോറ്റില്ലേ, നീ എന്തായാലും മരിക്കും, ഇനി നീ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. നോവിസിന്റെ തലയുടെ മുകളിലൂടെയൊക്കെ ഈ ഒരു പ്രേതകനെ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. അവന്റെ കഴുത്തിലായിട്ട് ഒരു കയറിട്ട് അവനെ അവിടെ കെട്ടിത്തൂക്കി തീർത്ത് കളയുന്നു. അത് അവന്റെ തന്നെ അമ്മയായിരുന്നു. അവരുടെ ദേഹത്ത് എന്തോ തരത്തിലുള്ള ഒരു ബാധ കയറിയിരിക്കുകയാണ്. അങ്ങനെ നോവിസിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ദേ ഈ കാണുന്നവന്റെ പേരാണ് ടോൺ, നടുവിലിരിക്കുന്നവന്റെ പേരാണ് ബെൻ, പിന്നെയുള്ളത് ജോർഡ്. സ്കൂളിലെ മെയിൻ വില്ലനാണ് അവൻ. 3 എണ്ണവും പൈസ വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു ബോർഡ് ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടീച്ചർ വന്ന് 3 എണ്ണത്തിനെയും പൊക്കി. ഇവരെ കൂടാതെ പ്രിക്ടൈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും പൈസ വെച്ച് കളിച്ചതിന് ടീച്ചർ പൊക്കി. ഇവരെ ഇപ്പോ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ആശ്രമത്തിലേക്ക് അയക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബെന്നിന്റെ ചേച്ചിയായിട്ടുള്ള ബെല്ലയാണ്. അവളൊരു നഴ്സാണ്. അനിയനെ ഗാംബ്ലിംഗ് കളിച്ച് പൊക്കിയ കാര്യമൊക്കെ ടീച്ചർ ഇപ്പോ പുള്ളിക്കാരി വിളിച്ചു പറയുന്നുണ്ട്. ബെല്ല അങ്ങനെ സ്കൂളിലേക്ക് എത്തി തന്റെ അനിയനായിട്ടുള്ള ബെന്നിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ അവള് ചോദിക്കുന്നുണ്ട്, നീ പഠിക്കാൻ തന്നെയല്ലേ സ്കൂളിലേക്ക് പോകുന്നത്? എന്തായാലും സാരമില്ല, നീ ആ ഒരു ആശ്രമത്തിലൊക്കെ പോയി വൈബ് അടിച്ചിട്ട് പോരെ. ഇതേ സമയം ടൊണ്ണും നമ്മുടെ ജോർഡും കൂടി ബൈക്കിൽ പോകുമ്പോ പോലീസ് പൊക്കി. ജോർഡിന് ഒരു ചേട്ടനുണ്ട്, ആളിപ്പോ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസുകാരന് ജോർഡിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസുകാരൻ വളരെ റൂഡായിട്ടാണ് ജോർഡിന്റെ അടുത്ത് പെരുമാറുന്നത്. ഫൈൻ അടച്ചിട്ട് നീ പോയാ മതി എന്നൊക്കെ പറഞ്ഞ് അവന്റെ ദേഹപരിശോധന മൊത്തം നടത്തുന്നു. അങ്ങനെ ഇവര് ഫൈനൊക്കെ അടച്ച് ബൈക്കും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അപ്പൊ ഈ ഒരു ഇൻസ്പെക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിള്, എന്തിനാ നിങ്ങൾ ആ ഒരു പയ്യനോട് ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്നത്? ചെറിയ പിള്ളേരല്ലേ, നിനക്ക് തോന്നുന്നതാ ഒരു പയ്യനെ കുത്തി മലത്തിയവനാ ഈ ജോർഡ്. ഈ ജോർഡിനൊരു വിളിപ്പേര് കൂടിയുണ്ട്, കട്ടർ ജോർഡ് എന്നാ അവൻ അറിയപ്പെടുന്നത്. ഒരു തവണ സ്കൂൾ കയറി ഞാൻ അവനെ പൊക്കിയതാ. അതുകൊണ്ട് ഇവന്മാരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഈ 4 പിള്ളേരെയും കൊണ്ട് നമ്മുടെ അസു മിസ് ആ ഒരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ എല്ലാവരെയും കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുക, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക, ഇതൊക്കെ തന്നെ. അധികം വൈകാതെ തന്നെ ആ ഒരു ആശ്രമത്തിലേക്ക് ഇവരെത്തിച്ചേർന്നു. പലതരത്തിലുള്ള പ്രാർത്ഥനകളിലും യോഗകളിലും മെഡിറ്റേഷനുകളിലും ഒക്കെ തന്നെ ഇവരെ പങ്കെടുപ്പിച്ചു. ഇനിയുള്ളത് ക്ലീനിങ് സെക്ഷനാണ്. അവിടുത്തെ ബാത്റൂമും അതുപോലെ തന്നെ മരങ്ങളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്ന ഇലകളും എല്ലാം തന്നെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിൽ നിന്നുള്ള ഇലകളൊക്കെ അടിച്ചു വാരി ഊപ്പാട് വന്നിട്ടുള്ള നമ്മുടെ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആശ്രമത്തിന്റെ മേലധികാരിയോട് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി നോക്കിയേ, അപ്പൊ ഈ ഇലകളൊന്നും വന്ന് വീഴില്ല. അങ്ങനെ ഇവരുടെ മെഡിറ്റേഷനും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ കഴിഞ്ഞു. അസുമിസ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ വണ്ടിയുമായിട്ട് വൈകിട്ട് വരെ വിളിക്കാനായിട്ട് വരും. എന്തായാലും വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ച് ആശ്രമത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇവരിപ്പോ നടന്നു കാണുകയാണ്. അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ നോവിസിനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതേ ബിൽഡിംഗ് ആണിത്. ടണ്ണിന് ഈ ഒരു സ്ഥലം കണ്ടപ്പോഴേ അതാണെന്ന് മനസ്സിലായി. അവൻ അപ്പൊ തന്നെ കൂട്ടുകാരോട് പറഞ്ഞു, പണ്ടിവിടെ ഒരു അമ്മ അവരുടെ തന്നെ കുഞ്ഞിനെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രേതവും മറ്റൊക്കെ ഇവിടെ ഉണ്ടാകുമോ? പെട്ടെന്ന് ആ ബിൽഡിങ്ങിന്റെ അകത്തുനിന്ന് ഒരു സൗണ്ട്. അത് നമ്മുടെ പ്രിക്ടൈ എന്ന് പറയുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടിയായിരുന്നു. അവളിപ്പോ ഇവരെ അകത്തേക്ക് വിളിക്കുന്നു. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, നിങ്ങൾ എന്നെ സഹായിക്കാമോ? ഇവരെങ്ങനെ അകത്തേക്ക് കയറി. ഒരുപാട് പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു പൊതി ഇവർക്ക് കിട്ടുകയാണ്. അത് പുറത്തേക്ക് എടുത്തു. പ്രിക്ടൈ വീണ്ടും അതിലേക്ക് കൈയിട്ട് നോക്കിയപ്പോ എന്തോ ഒരു എഴുത്തോല പോലെയുള്ള ഒരു വസ്തു, അതിനുള്ളിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിവള് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാണ്ടപ്പൊതി അഴിച്ചപ്പോ അതിനുള്ളിലൊരു ബോർഡാണ് ഉണ്ടായിരുന്നത്. ടണ്ണപ്പോ കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഇതെന്തായാലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ ആയിരിക്കില്ല, എന്തോ അപകടമുണ്ട്, അതാണല്ലോ ഇത്രയും ഹൈഡാക്കി വെച്ചിരിക്കുന്നത്, അത് നമ്മൾ എടുക്കാൻ പാടില്ല, അത് അവിടെ തന്നെ വെക്ക് എന്നൊക്കെ ടൺ പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവർ കേട്ടില്ല. ഈ സമയം പ്രിക്ടൈ ആകട്ടെ ആ ഒരു എഴുത്തോല മൊത്തം വായിച്ച് അവളുടെ മുഖമാകെ മാറുന്നുണ്ട്. അപ്പൊ തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബോർഡ് നിലത്ത് വീഴുകയും അത് തനിയെ ഇളകാനും തുടങ്ങി. ആ ബോർഡിന്റെ കൂടെ തന്നെ ഒരു ഡൈസ് ഉണ്ടായിരുന്നു. അവരത് എറിയാൻ തുടങ്ങി.
അങ്ങനെ ഓരോ തവണ എറിയുമ്പോഴും അതിലുണ്ടായിരുന്ന ഓരോരോ ബോർഡിന്റെ ഉള്ളിലുള്ള ഈ നമ്മൾ കീബോർഡൊക്കെ ഉണ്ടാവൂലേ, അതുപോലെ ഇതിങ്ങനെ ഞെങ്ങി ഞെങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ പ്രാവശ്യം. ഇത് എന്തിനേക്കുള്ള പോക്കാണെന്നൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷെ ഇത് കളിക്കാനായിട്ട് 4 പേര് വേണം. അങ്ങനെ ഇവരുടെ കൂടെ പ്രിക്ടായും കൂടുന്നു. അങ്ങനെ 4 പേരും കൂടി ചേർന്ന് ഡൈസ് ഒക്കെ എറിഞ്ഞ് കളിക്കാനായിട്ട് ആരംഭിച്ചു. അതിന്റെ ഇടയിൽ ഈ ഡൈസ് എറിഞ്ഞതിന് ശേഷം ആ ഒരു ഗെയിം ബോർഡിന്റെ അകത്ത് നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കുറിപ്പ് പുറത്തോട്ട് വന്നു. അതിവർ വായിച്ചു നോക്കുമ്പോൾ അതൊരു വാണിംഗ് പോലെയായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറി മറിഞ്ഞു. പ്രിക്ടായി എന്ന് പറയുന്ന ആ പെൺകുട്ടി അപ്പൊ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഈ ബുദ്ധപ്രതിമകളെല്ലാം തന്നെ നമ്മൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ അതാണെന്നുണ്ടെങ്കിൽ എല്ലാം പുറകോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരികളൊക്കെ താനെ കത്തുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധപ്രതിമയുടെ തല ഒടിഞ്ഞു വീഴുകയാണ്. ബിൽഡിങ്ങിന്റെ പുറത്തു നിന്ന് ഇപ്പോ എന്തോ തരത്തിലുള്ള ഒരു അജ്ഞാത ശക്തി അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ കൈ മാത്രം ഇവർക്ക് കാണാം. മാത്രമല്ല ഒരു നീണ്ട മുടിയും അതിങ്ങനെ കാറ്റില് പാറി പറക്കുന്നുണ്ട്. അകത്തേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ജോർഡാണെന്നുണ്ടെങ്കിൽ ഒരു കല്ലെടുത്ത് അതിന് എറിയുകയാണ്. ഡോൺ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇവൻ കേട്ടില്ല. ഈ ഒരു ഭീകര സത്വമാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ബിൽഡിങ്ങിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മച്ചിന്റെ പുറത്തൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. പേടിച്ച് വിറച്ചാണ് 4 എണ്ണവും നിൽക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന്. ടോൺ അപ്പോൾ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പുറകിലായിട്ട് ദേ ആ ഒരു ഭീകരസത്വം വരുന്നു. എന്നിട്ട് ടോണിന്റെ മേലേക്ക് ചാടി വീഴുകയാണ്. ഇത് കണ്ട ജോർഡ് വെറുതെ നിന്നില്ല. ആ ഒരു ഭീകരസത്വത്തിന് അവൻ ഒരൊറ്റ തൊഴി. അതോടുകൂടി അതവിടെ വീഴുകയും ചെയ്തു. ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡും എടുത്തുകൊണ്ട് ഇപ്പൊ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇവരുടെ പിന്നാലെ തന്നെ ഈ ഒരു ഭീകരസത്വം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഈ സമയം കുട്ടികളെ വിളിക്കാനായിട്ട് നമ്മുടെ ബെന്നിന്റെ ചേച്ചിയായിട്ടുള്ള ബെല്ല ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുള്ളിക്കാരി ഫോൺ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിള്ളേര് പെട്ടെന്ന് വണ്ടിക്ക് ഫ്രണ്ടിലേക്ക് ചാടി. അവരെന്തോ ഭാഗ്യത്തിന് അവിടെ ഒന്ന് മാറിക്കളഞ്ഞു. പക്ഷെ ഈ ഒരു ഭീകരസത്വത്തിന് വണ്ടി ഇടിച്ചു. അതവിടെ വീഴുകയും ചെയ്തു. ബെല്ല വിചാരിച്ചിരിക്കുന്നത് അത് ഏതോ ഒരു മനുഷ്യനാണെന്നാണ്. ഒന്നും ഇപ്പൊ പറയാൻ നേരമില്ല ചേച്ചി, അതൊരു ഭീകരസത്വമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടെയൊന്നും എഴുന്നേക്കാനായിട്ട് തുടങ്ങി. ട്രക്കിന്റെ മിററിലൂടെ ഇതെല്ലാം തന്നെ ബെല്ല കാണുന്നുണ്ടായിരുന്നു. ഇവര് വണ്ടി എടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പിന്നാലെ വരും. അങ്ങനെ ബെല്ലയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. പിള്ളേര് പേടിച്ച് വിറച്ച് വണ്ടി പെട്ടെന്ന് മുന്നിലോട്ട് എടുക്ക് എന്ന് പറയുന്ന ആ നിമിഷം തന്നെ നമ്മുടെ ബെല്ല വണ്ടി റിവേഴ്സ് ഗിയറിട്ടു. പുറകിലിരിക്കുന്ന പിള്ളേരപ്പോ പറയുന്നുണ്ട്, എന്റെ ഈശ്വര വണ്ടി പുറകോട്ടാണല്ലോ പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ വണ്ടി വീണ്ടും ഈ ഒരു സത്വത്തെ ഇടിക്കുകയും അതാണെന്നുണ്ടെങ്കിൽ അവിടെ വീഴുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ജോർഡ് ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ജീവൻ വെച്ച് തിരികെ വരുന്നു. അപ്പോഴേക്കും ബെല്ലയാകട്ടെ വണ്ടി മുന്നോട്ടെടുത്തു. അങ്ങനെ ഇവരിപ്പോ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് ഭയം മാത്രം. പെട്രോൾ പമ്പിൽ ജോലിക്ക് നിൽക്കുന്ന ആ പയ്യനാണെന്നുണ്ടെങ്കിൽ എന്താ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ എന്നാണ് ചിന്തിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ഗെയിമിങ്ങിന്റെ നിയമം പറയാം. ഓരോ തവണ ഡൈസ് എറിയുമ്പോഴും പുതിയൊരു പ്രേതമോ അല്ലെങ്കിൽ ദുഷ്ടാത്മാവോ പുറത്തു വരും. സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഗെയിം പൂർത്തിയാക്കണം. ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല. കളി പാതി വഴിയിൽ ഉപേക്ഷിച്ചാല് ആത്മാക്കള് അവരെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ടണ്ണിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവന്റെ അമ്മയ്ക്ക് പണ്ട് വയ്യാതെ കിടന്നിരുന്നപ്പോ പ്രേതാത്മാക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് തലിസ്മാനുകള് അതുപോലെ തന്നെ അമൂലറ്റ്സുകളൊക്കെ ഈ ഒരു വീട്ടിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി നമ്മളെ രക്ഷിക്കാനായിട്ടുള്ള ഏക വഴി എന്നാണ് ടൺ പറയുന്നത്. അങ്ങനെ ഇവര് വീടിന് ചുറ്റുമായിട്ട് ഈ ഒരു അമൂലറ്റ്സുകളും അതുപോലെ തന്നെ ടാലിസ്മാനും ഒക്കെ വെച്ചു. നേരത്തെ ഇവരുടെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വൃത്തികെട്ട പ്രേതം ഉണ്ടല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ട് ഇവർ വീണ്ടും ഗെയിം കളിക്കാനായിട്ട് തുടങ്ങി. കാരണം സൂര്യോദയത്തിന് മുമ്പ് കളിച്ചു തീർത്തിട്ടില്ലെങ്കിൽ എന്തായാലും എല്ലാവരും മരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഡൈസ് എറിഞ്ഞപ്പോ വീണ്ടും ഒരു കുറിപ്പ് ആ ഒരു ബോർഡിനുള്ളിൽ നിന്നും കിട്ടി. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ഇതേ സമയം നമ്മുടെ ബെന്നിന്റെ ചേച്ചിയായിട്ടുള്ള ബെല്ലയാകട്ടെ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. കുട്ടികൾ ഗെയിം കളിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു പ്രേതം നിൽക്കുന്നത് അവൾ കാണുന്നു. പിന്നീട് അവൾ കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള പ്രേതം അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് അവൾ ഒരു വാഴത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഈ ഒരു പ്രേതം വന്നിട്ട് അവളുടെ വായിലേക്ക് എന്തോ തരത്തിലുള്ള ലിക്വിഡൊക്കെ ആക്കി കൊടുക്കുന്നു. ഇതേ സമയം വീട്ടിലുള്ള ബെല്ലയുടെ പെരുമാറ്റത്തില് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇവളിരിക്കുന്ന കസേര ഉൾപ്പെടെ ഇവളിപ്പോ താഴേക്ക് വീഴുകയാണ്. അതേപോലെ തന്നെ അത് റിവേഴ്സ് ആയിട്ട് നേരെ ഇരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പേടിയാവാൻ തുടങ്ങി. മാത്രമല്ല ബെല്ലയുടെ തൊടയിൽ നിന്നായിട്ട് ഇപ്പോൾ രക്തമൊക്കെ വരുന്നുണ്ട്. അവള് വളരെ ഒച്ചത്തില് അലറാൻ തുടങ്ങി. അതോടുകൂടി പിള്ളേർക്ക് മനസ്സിലായി ഇവളുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണെന്ന്. അപ്പൊ തന്നെ ഇവര് ഒരു അമൂലറ്റ് എടുത്തിട്ട് ബെല്ലയ്ക്ക് കെട്ടിക്കൊടുത്തു. കുറച്ചു നേരത്തേക്ക് മാത്രം ഇച്ചിരി ആശ്വാസമുണ്ടായെങ്കിലും എടാ കട്ടർ ജോഡേ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്തി എടുത്തിട്ട് ജോഡിന്റെ തുടക്കിട്ട് ഒരൊറ്റ കുത്ത്. അതോടുകൂടി അവിടെ
കറന്റും പോയി, എല്ലാം പോയി. ഇവരാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് ഫോണിന്റെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് എല്ലാവരും എവിടെയാണെന്നൊക്കെ നോക്കുന്നു. ഇതിന്റെ ഇടയിൽ ടണ്ണിന്റെ ദേഹത്തേക്ക് ഇപ്പൊ ചാടി വീഴാനായിട്ട് മച്ചിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ് ഈ ഒരു ബെല്ലയുടെ ദേഹത്ത് കയറിയിട്ടുള്ള പ്രേതം. പാവം ബെന്നാകട്ടെ എന്റെ ചേച്ചിയുടെ ദേഹത്തുനിന്ന് ദയവായിട്ട് ഒഴിഞ്ഞു പോകൂ എന്നൊക്കെ കരഞ്ഞു പറയുകയാണ്. പക്ഷെ ഈ പ്രേതത്തിന് എന്ത് ചേച്ചിയും അനിയനും. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇവരങ്ങനെ ഈ ഒരു പ്രേതത്തെ കെട്ടിയിട്ടു. ഇനിയും ഗെയിം കളിച്ചിട്ട് വീണ്ടും ഓരോരോ പ്രേതങ്ങൾ വരുമെന്ന് ഇവർക്ക് ഉറപ്പായി. അപ്പൊ അതുങ്ങളൊക്കെ നേരിടാനായിട്ട് ഇനി ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഗാരേജിലേക്ക് പോയിട്ട് പറ്റുന്ന ആയുധങ്ങളൊക്കെ ഒപ്പിക്കുക. അങ്ങനെ നമ്മുടെ ജോർഡിന്റെ വീട്ടിലുണ്ടായിരുന്ന ഗാരേജിലേക്കാണ് ഇപ്പൊ ഇവരെത്തുന്നത്. അവിടെ നിന്നും മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഇവരൊപ്പിച്ചു. കൂട്ടത്തില് ജോർഡിന്റെ ചേട്ടനായിട്ടുള്ള ജഡ്ഡുവിന്റെ ഒരു തോക്കും അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ കയ്യിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു തോക്കാണത്. അതും ഇവരെടുത്തു. എന്നിട്ട് ഇപ്പോ ആ ഒരു ട്രക്കിന്റെ ബോണറ്റിൽ ബോർഡും വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഓരോരുത്തരായിട്ട് കളി തുടങ്ങി. ഡൈസ് എറിഞ്ഞപ്പോ തന്നെ അന്തരീക്ഷം ആകെ മാറി. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബോർഡിന്റെ നടുവിലായിട്ട് ഒരു കുറിപ്പ് വന്ന് വീണ് കിടക്കുന്നു. അതെടുത്ത് വായിച്ചു നോക്കി. പ്രകൃതിയാൽ നിങ്ങൾ നല്ല രീതിയിൽ ക്രൂശിക്കപ്പെടും എന്നൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ മരത്തിന്റെ ചില്ലകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതുപോലുള്ള ചില്ലകൾ അങ്ങോട്ടേക്ക് വരികയും നമ്മുടെ പ്രിക്ടൈനെ, അതായത് ആ പെൺകുട്ടിയെ അവിടെ നിന്നും വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് അത് തടയാനായിട്ടൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ പ്രിക്ടൈ എന്ന് പറയുന്ന പെൺകുട്ടിയും കൊണ്ട് ആ ഒരു മരച്ചില്ലകൾ അവിടെ നിന്നും പോയി. ഇവര് പിന്നീട് ഒന്നും നോക്കിയില്ല, അതിന്റെ പിന്നാലെ തന്നെ പാഞ്ഞു. ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്ട്രേഞ്ചർ തിങ്സിൽ നിന്ന് ചുരണ്ടിയോന്ന് ചെറിയൊരു സംശയമുണ്ട്. വെക്നേനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലുള്ള സീനുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇല്ലേ, ഇതേ നോക്കി. അങ്ങനെ പിള്ളേരെല്ലാവരും പരസ്പരം രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു വെക്നേനെ പോലുള്ള ജീവിയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു. ജോർഡിനെ പിടികൂടാനായിട്ട് ഈ ഒരു ജീവി വരുന്ന ആ ഒരു നിമിഷം തന്നെ ടോൺ അങ്ങോട്ടേക്ക് തീയുമായിട്ട് ഇവനെ രക്ഷിക്കാനായിട്ട് എത്തുന്നു. ഈ ഒരു മരച്ചില്ലകളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങിപ്പോയി. പക്ഷേ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വീണ്ടും ഇവരെ ഉപദ്രവിക്കാനായിട്ട് അത് വരികയാണ്. ഈ സമയം ജോർഡിന്റെ ചേട്ടച്ചാരായിട്ടുള്ള ജഡ്ഡുവിന്റെ വീട്ടിലേക്ക്, അതായത് നേരത്തെ നമ്മൾ ഗാരേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് 2 പോലീസുകാർ വരുന്നുണ്ട്. നമ്മുടെ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനും അതിന്റെ ശിങ്കിടിയും. അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ആ വീട്ടിലിപ്പോ ബെല്ല മാത്രമാണുള്ളത്. ബെല്ലയുടെ ദേഹത്താണെന്നുണ്ടെങ്കിൽ പ്രേതവുമുണ്ട്. ഈ സമയം പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെക്നേനെ പോലുള്ള സാധനത്തിനെ തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കീഴ്പ്പെടുത്തുന്നു. ഇപ്പോഴിതാ നമ്മുടെ ടോണിനെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. ആ നിമിഷം തന്നെ നമ്മുടെ പ്രിക്ടൈ ഒരു പണി ചെയ്തു. അവളുടെ കയ്യിലാണ് ഇപ്പൊ ആ ഒരു ലൈറ്റർ ഉള്ളത്. ഈ ഒരു ജീവിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ടോണിന് നേരെ ചാടി വീഴുകയാണ്. ആ നിമിഷം തന്നെ പ്രിക്ടൈ ആ ഒരു ലൈറ്റർ കത്തിച്ചു. അതോടുകൂടിയിട്ട് വെക്നെ പോലെയുള്ള ഈ ഒരു ജീവി കത്തിച്ചാമ്പലായി. അങ്ങനെ പിള്ളേരെല്ലാവരും രക്ഷപ്പെട്ടു. ഇതേ സമയം പോലീസുകാരാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തായിട്ട് ബെല്ലയുടെ ദേഹത്തുള്ള ആ ഒരു പ്രേതത്തെ കാണുന്നുണ്ട്. പക്ഷെ അത് പ്രേതമാണെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. പോലീസുകാരും ബെല്ലയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ പിള്ളേര് അങ്ങോട്ടേക്ക് വന്ന് കാറിന്റെ ബോണറ്റിലുണ്ടായിരുന്ന ആ ഒരു ബോർഡ് എടുക്കുന്നു. എന്തോ ഭാഗ്യത്തിന് പോലീസുകാര് കണ്ടില്ല. ബെന്നും പ്രിക്ടൈ എന്ന് പറയുന്ന പെൺകുട്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി. ഇതേ സമയം നമ്മുടെ ടൊണ്ണും ജോഡും ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പുറകുവശത്തേക്ക് ആയുധങ്ങളൊക്കെ പതുക്കെ വെച്ച ശേഷം കയറാനായിട്ട് നോക്കുകയാണ്. പോലീസുകാർ അറിയാൻ പാടില്ലല്ലോ. പക്ഷെ ജോഡാണെന്നുണ്ടെങ്കിൽ കാല് പൊക്കുന്നത് നമ്മുടെ പാവം ടണ്ണിന്റെ തലക്കിട്ടാണ്. നീ എന്താടാ പട്ടികള് മുള്ളണ പോലെ എന്റെ തലക്കിട്ട് കാലിട്ട് ചവിട്ടുന്നേ, ശബ്ദമുണ്ടാക്കാണ്ട് വേഗം കയറാൻ നോക്കടാ എന്ന് ജോഡും പറഞ്ഞു. ഇതൊന്നുമല്ല പ്രശ്നം, 3 പേർക്കും ഒരേ ഒരു പേടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബെന്നാണ് വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത്. എടാ നീ മര്യാദക്കൊക്കെ ഓടിക്കോ. ഇവരുടെ ഈ ഒരു കുഞ്ഞൻ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. അവര് വണ്ടി നിർത്താനായിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ബെൻ അങ്ങോട്ട് ചവിട്ടി വിട്ടു. അവിടെ എവിടെ നിർത്തിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഗെയിമിൽ ജയിക്കാനായിട്ട് പറ്റുമെന്ന് അറിയില്ല. വണ്ടി എവിടെയും നിർത്താനായിട്ട് ഇവർക്ക് നല്ല പേടിയുണ്ട്. കാരണം പ്രേതാത്മാക്കള് ഇവരെ വേട്ടയാടും. അങ്ങനെ പോകുന്ന വഴിയിലും വണ്ടിക്കുള്ളിൽ വെച്ച് തന്നെ ഈ ഒരു ബോർഡ് ഗെയിം കളിക്കുകയാണ്. എല്ലായ്പ്പോഴും ഡൈസ് എറിയുമ്പോൾ സംഭവിക്കുന്ന പോലെ വീണ്ടും ആ ഒരു ബോർഡിന്റെ നടുഭാഗത്ത് നിന്നും ഒരു കുറിപ്പ് പുറത്തേക്ക് വരുന്നു. പറക്കുന്ന പക്ഷികളെ പറ്റിയിട്ടൊക്കെയാണ് ഒരു കവിതാ രൂപത്തിൽ അതിൽ എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് തരത്തിലുള്ള പ്രേതാത്മാവ് ആണോ വരാൻ പോകുന്നത്? 4 പേരും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് കാലാവസ്ഥ മൊത്തം മാറി എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട്. കാക്കകളൊക്കെ ഒരുമാതിരി കരച്ചിലാണ് കരഞ്ഞോണ്ടിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ ഈ ട്രക്കിന്റെ ഗ്ലാസ്സിൽ തട്ടി ചത്തുപോകുന്നുമുണ്ട്. നിങ്ങൾ ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് മൂവിയൊക്കെ കണ്ടിട്ടില്ലേ? അതിലുള്ള ഒരു തരം ജീവിയില്ലേ, ചിറകൊക്കെ ഉള്ള, അതുപോലുള്ള ഒരു ഐറ്റമാണ് ഇപ്പൊ ഇവരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നത്. നമ്മുടെ പാവം പ്രിക്ടായിരിക്കുന്ന സൈഡിലേക്കാണ് ഈ ഒരു ജീവി വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും മാരകായുധങ്ങളുമായിട്ട് അതിനെ നേരിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അതിന് അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു. ജോഡാകട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മഴ ഉപയോഗിച്ചിട്ട് അതിനെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു
നേരം മാത്രമേ അതിന്റെ ശല്യം ഇല്ലാതിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ആ ഒരു ജീവി ഇവരുടെ പിന്നാലെ തന്നെ വരികയാണ്. ഇത് കണ്ട ബെന്നാണെന്നുണ്ടെങ്കിൽ 100-110 അങ്ങോട്ട് കാച്ചി വിടണ് വണ്ടിയുടെ എഞ്ചിൻ അടിച്ചു പോയോ എന്ന് വരെ സംശയമുണ്ട്. പക്ഷെ അതിനേക്കാളും സ്പീഡിലാണ് ഈ ഒരു ജീവി ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജോഡാണെന്നുണ്ടെങ്കിൽ അവന്റെ തോക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ജീവിക്കിട്ട് ഒരൊറ്റ വെടി. അതോടുകൂടിയിട്ട് അതിന്റെ തലയോട്ടിയുടെ കാര്യം ഏകദേശം ഇപ്പൊ തീരുമാനമായി. പക്ഷെ അതിനിടയിൽ ഇവരുടെ ഈ ഒരു കുഞ്ഞൻ ട്രക്കിന്റെ നിയന്ത്രണം തെറ്റിയിട്ട് ഇപ്പൊ ഏതോ ഒരു കരിമ്പും കാട്ടിലേക്കാണ് ഇവര് എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിക്ടൈ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് പണ്ട് അവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ ഒരു ആക്സിഡന്റ് ഒക്കെ ഇപ്പൊ നേരിൽ കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് ബാക്കിയുള്ളവർ വന്നിട്ട് അവളെ വിളിച്ചുണർത്തി. എന്നിട്ട് ഇപ്പൊ എല്ലാവരും റോഡിലേക്ക് തിരികെ കയറുകയാണ്. വണ്ടി ഇപ്പോഴും അവിടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ തന്നെ ഈ ഒരു പോലീസുകാരും വന്നു ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഒന്നാമത്തെ കാര്യം, ജോർഡിനെ ഒട്ടും ഈ ഒരു ഇൻസ്പെക്ടർക്ക് ഇഷ്ടമല്ല. സ്റ്റേഷനിലേക്ക് എത്തിയപ്പോ തന്നെ ഇവര് 4 പേരും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. പക്ഷെ ഇൻസ്പെക്ടർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ജോർഡ് തന്റെ കൂട്ടുകാരോട് പണ്ട് നടന്ന ആ ഒരു സംഭവത്തെ പറ്റി പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു പയ്യനെ കുത്തിയ കേസിൽ ഇവൻ പ്രതിയായിരുന്നല്ലോ. ഇവൻ ചെയ്ത കുറ്റമായിരുന്നില്ല അത്. ആ പയ്യൻ ഇവനെ അബ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബുള്ളി ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇവന്റെ കയ്യിലൊരു പെൻസിൽ ഉണ്ടായിരുന്നു. ആ പയ്യൻ ഇവന്റെ കോളറിൽ പിടിച്ച് വലിച്ചപ്പോ അറിയാതെ ആ ഒരു പെൻസിൽ കൊണ്ടതാണ്. എല്ലാവരും ജോർഡിനെ തെറ്റിദ്ധരിച്ചു. അവനെ കട്ടർ ജോർഡ് എന്ന് പേരിടുകയും ചെയ്തു. ഇതൊക്കെ കേട്ട ഗ്രൂപ്പിലുണ്ടായിരുന്ന ഏറ്റവും പൊട്ടനായിട്ടുള്ള നമ്മുടെ ടോൺ പറയുന്നുണ്ട്, അത് ശരി, നീ എന്നെക്കാളും വലിയ നേടാണല്ലേ. ജോർഡിന്റെ കാര്യമോർത്ത് എല്ലാവർക്കും അപ്പോ പാവം തോന്നുന്നുണ്ട്. ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ ഇപ്പൊ ആകെ ഡൈസ് മാത്രമേ ഉള്ളൂ. കേസിനായിട്ടുള്ള ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബെന്നിന്റെ ചേച്ചിയായിട്ടുള്ള ബെല്ല അങ്ങോട്ടേക്ക് വരുന്നത്. ബെല്ലയുടെ ദേഹത്തുള്ള പ്രേതം ഇപ്പൊ ബെന്നിനോട് സ്വകാര്യമായിട്ട് അവന്റെ ചെവിട്ടിൽ പറയുന്നുണ്ട്, നീ എന്റെ കൂടെ ഇപ്പൊ വന്നിട്ടില്ലെങ്കിൽ നിന്റെ കൂട്ടുകാരെയും നിന്റെ ചേച്ചിയെയും ഞാൻ തീർത്ത് കളയും. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ബെല്ലയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു പ്രേതത്തോടൊപ്പം ജാമ്യം എടുത്ത് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ളവര് അത് തടയാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവരെ ആരെയും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ബാക്കിയുള്ള 3 പേരെയും ഒരു സെല്ലിലിട്ട് അടയ്ക്കുകയും ചെയ്തു. നമ്മൾ മരിക്കില്ല, നമ്മൾ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യും. ടൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എങ്ങനെ? ബോർഡില്ലല്ലോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഡൈസ് ഉണ്ടല്ലോ. എല്ലാം ഒരു മനക്കണക്ക് എന്ന പോലെ ഇവർ ഡൈസ് എറിയാനായിട്ട് തുടങ്ങി. ഇതേ സമയം ആ ഒരു ബോർഡിന്റെ അടുത്തായിരുന്നു ഇൻസ്പെക്ടറും അയാളുടെ ശിങ്കിടിയും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ശിങ്കിടിയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് തനിയെ അനങ്ങുന്നത് കണ്ട് ഇപ്പോ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്. നിന്റെ തോന്നലാണെന്നും പറഞ്ഞ് ഇൻസ്പെക്ടർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനിയും നീ എന്തെങ്കിലും പിച്ചും പേയും പറയുകയാണെങ്കിൽ ഡ്രഗ് ടെസ്റ്റും ചെയ്തിട്ട് നിന്നെ ഞാൻ അകത്തിടും എന്നാണ് ഇൻസ്പെക്ടർ പറയുന്നത്. ഇതേ സമയം ജോർഡിന്റെ ഊഴമായിരുന്നു അടുത്തത്. അവൻ ഡൈസ് എറിയുന്നു. വീണ്ടും ഈ ഒരു ബോർഡ് അനങ്ങാനായിട്ട് തുടങ്ങി. പക്ഷെ ഇത്തവണ ഇൻസ്പെക്ടർ അത് കണ്ടു. ഇതെന്ത് പുകില്? പിള്ളേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി സത്യമാണോ എന്നായി ഇപ്പൊ രണ്ടുപേരുടെയും സംശയം. അധികം വൈകാതെ തന്നെ ആ ഒരു ഗോസ്റ്റ് ബോർഡിന്റെ നടുവിലായി എന്തോ ഒരു കുറിപ്പ് വന്ന് കണ്ട് ഇവര് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതെടുത്ത് വായിക്കാനായിട്ട് തുടങ്ങി. ഇതെന്താ, കവിതയാണോ? അപ്പോൾ ഇവര് വായിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വയർലെസ് സെറ്റിലൂടെ ഒരു അശരീരി പോലെ ഒരു കാര്യം പറയുന്നുണ്ട്. തലയില്ലാത്ത എന്തോ ഒന്ന് നിങ്ങളെ തേടി വരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ മൊത്തം കറന്റ് പോയി. മാത്രമല്ല തലയില്ലാത്ത 2 കൈകളിലും വാളുകളുള്ള ഒരു പ്രേതം ഇവരെ തേടി വരികയാണ്. വന്നപ്പോ തന്നെ ആശാനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറെ തീർത്തു കളഞ്ഞു. ഇതേ സമയം ബെല്ലയോടൊപ്പം നമ്മുടെ ബെന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സോറി, പ്രേതത്തോടൊപ്പം. അവനോട് അകത്തേക്ക് കയറാനായിട്ട് ഈ ഒരു പ്രേതം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു പ്രേതത്തെ കാണാനില്ല, ഇവന്റെ ചേച്ചിയെയും കാണാനില്ല. വീടിന്റെ മച്ചിന്റെ ഭാഗത്ത് നിന്നൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലീസ് ഓഫീസറുടെ തലയെടുത്തുകൊണ്ട് ഈ ഒരു തലയില്ലാത്ത പോരാളി ഇവര് വേട്ടയാടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എത്ര വെടിവെച്ചിട്ടും ഈ ഒരു പ്രേതത്തിന് ഒരു കൂസലുമില്ല. അങ്ങനെ ഒരു ഓഫീസ് റൂമിൽ ഇവർ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയം ബെല്ലയുടെ ദേഹത്ത് കയറിയിട്ടുള്ള പ്രേതമാകട്ടെ നമ്മുടെ പാവം ബെന്നിനെ വേട്ടയാടുന്നു. കുട്ടികൾ നിൽക്കുന്ന ആ ഒരു സെല്ലിന്റെ അടുത്തേക്കും ഈ ഒരു പ്രേതം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഇവരെ തുറന്നു വിടുന്നു. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇൻസ്പെക്ടർക്ക് നല്ല പരിക്ക് പറ്റിയത് കാരണം ഞാൻ വരുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈക്കിന്റെ താക്കോല് ഇവർക്ക് നൽകുന്നു. ഇൻസ്പെക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗണ്ണില് ഇനി ഒരൊറ്റ ഉണ്ട മാത്രമേ ബാക്കിയുള്ളൂ. അത് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇതേ സമയം നമ്മുടെ പാവം ബെന്നിനെ ബെല്ലയുടെ ദേഹത്ത് കയറിയിട്ടുള്ള പ്രേതമാകട്ടെ നല്ല രീതിയിൽ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മരിച്ചു പോയിട്ടുള്ള അമ്മയുടെ ഫോട്ടോ ഒക്കെ കാണിച്ച് വേണ്ടാത്ത തരത്തിലുള്ള വൃത്തികേടൊക്കെ ഈ ഒരു പ്രേതം പറയുന്നു. പ്രേതമാകട്ടെ ഇവന്റെ കൊങ്ങ് കയറി പിടിച്ചപ്പോ അവന് പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാണ്. തന്റെ കൂട്ടുകാര്, വീട്ടുകാര് എല്ലാം എന്തോ ബെന്നിന്റെ ഭാഗ്യത്തിന് അപ്പോഴേക്കും
അവന്റെ കൂട്ടുകാരായിട്ടുള്ള ടൊണ്ണും ജോഡും പിന്നെ പ്രിക്ടൈ എന്ന് പറയുന്ന ആ പെൺകുട്ടിയും ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഈ ഒരു ബെല്ലയുടെ ദേഹത്ത് കയറിയിട്ടുള്ള പ്രേതത്തിൽ നിന്നും നമ്മുടെ ബെന്നിനെ രക്ഷിക്കാനായിട്ട് അവരും ശ്രമിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഇവരുടെ കയ്യിൽ നിന്നും ഡൈസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു അലമാരയുടെ അടിയിൽ അത് പെട്ടുപോയി. അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര്. അതിനിടയിൽ തന്നെ ഈ ഒരു ബെല്ലയുടെ പ്രേതം ഇവരെ ഉപദ്രവിക്കുന്നുമുണ്ട്. പ്രിക്ടൈക്ക് ഇപ്പോ ആ ഒരു ഡൈസ് കിട്ടി. അവൾ അത് എറിയാനായിട്ട് നിൽക്കുന്ന ആ നിമിഷം തന്നെ പ്രേതം ഇപ്പോ പ്രിക്ടൈയുടെ ദേഹത്തേക്ക് കയറുകയാണ്. പെട്ടെന്ന് അവളും ആ ഒരു വാഴത്തോട്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ ഇപ്പോ എന്തോ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. അന്ന് ഇവളുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കാർ ആക്സിഡന്റില്. മരിച്ചുപോയ ആ ഒരു അച്ഛനെയും അമ്മയും ഇപ്പൊ അവൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവൾ അവരെ കണ്ട ഉടനെ തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ ഇത് യാഥാർത്ഥ്യമല്ലെന്ന് പ്രിക്ടൈക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ എന്റെ അച്ഛനും അമ്മയുമല്ല, എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്തിയെടുത്ത് അവർക്ക് നേരെ വീശുന്നു. പെട്ടെന്ന് പ്രിക്ടൈ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴേക്കും ബെല്ലയുടെ ദേഹത്തേക്ക് വീണ്ടും ആ ഒരു പ്രേതം കടന്നുകൂടി. ബെല്ല ഇപ്പോ അന്യന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ചില നേരത്ത് അനിയനോട് നല്ല രീതിയിൽ സംസാരിക്കും, ചില നേരത്ത് ആ ഒരു പ്രേതമായിട്ടും സംസാരിക്കും. ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാവരും. അങ്ങനെ ബെല്ലയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു പ്രേതം നമ്മുടെ പാവം ബെന്നിനെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ അവൻ ആ ഒരു ഡൈസ് താഴേക്ക് എറിഞ്ഞു. ബെല്ലയുടെ പ്രേതവും നമ്മുടെ 4 പിള്ളേരും ആ ഒരു ഡൈസിൽ ഇനി വീഴാനായിട്ട് പോകുന്ന നമ്പർ ഏതാണെന്ന് നോക്കുകയാണ്. അതേ കൂട്ടുകാരെ, അങ്ങനെ ഈ 4 പിള്ളേരും വിജയിക്കുന്നു. അവർ ആ ഒരു കളിയിൽ വിജയിച്ചു. അതോടുകൂടിയിട്ട് ബെല്ലയുടെ ദേഹത്തുണ്ടായിരുന്ന പ്രേതമൊക്കെ അവിടെ നിന്നും പമ്പ കടന്നു. മാത്രമല്ല അന്ന് ആ ഒരു ആശ്രമത്തിൽ നിന്ന് ഇവർക്ക് എങ്ങനെയാണോ ഈ ഒരു ബോർഡ് കിട്ടിയത്, അതുപോലെ തന്നെ ഈ ഒരു ബോർഡ് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആകുന്നു. തന്റെ ചേച്ചിയെയും തന്റെ കൂട്ടുകാരെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പൊ നമ്മുടെ ബെന്ന്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോ ആ ഒരു കുഞ്ഞൻ ട്രക്കില് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെങ്ങോട്ടുമല്ല, ഈ ഒരു ഗോസ്റ്റ് ബോർഡ് നശിപ്പിച്ച് കളയാനായിട്ട്. അങ്ങനെ ബോർഡൊക്കെ ഇവര് കത്തിച്ചു കളഞ്ഞു. പക്ഷെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ആത്മാക്കളുണ്ടല്ലോ, അത് വീണ്ടും ഇവരെ വേട്ടയാടാനായിട്ട് വരുമോ? അപ്പൊ ബെല്ല പറയുന്നുണ്ട്, അതിനിപ്പോ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുമുണ്ട്. ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ടല് അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ പോലെയാണ്. പ്രേതങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലോകവും തമ്മിലുള്ള ഒരു ഗേറ്റ് വേ. ആ ഒരു ബോർഡിൽ കളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഗേറ്റ് തുറക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പല വെറൈറ്റീസ് ഓഫ് പ്രേതങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് ഈ ഒരു ഗോസ്റ്റ് ബോർഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു തായ് ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. സിനിമയുടെ പേര് ഗോസ്റ്റ് ബോർഡ് എന്നാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.